അഫ്ഗാനിസ്ഥാനെതിരെ പാകിസ്ഥാന്റെ യുദ്ധപ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. വീണ്ടും ഏഷ്യയുടെ ഒരു മേഖല സംഘർഷത്തിലേക്ക് പോകുകയാണ്. പാകിസ്ഥാൻ ഈ പറഞ്ഞതുപോലെ അവരുടെ ഇതിലുള്ള സാഹചര്യത്തിൽ വളരെ മോശം അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിലൊരു എയർ സ്ട്രൈക്ക് പാകിസ്ഥാൻ നടത്തി. അതിൻ്റെ മറുപടി എന്നുള്ള രീതിയിലാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും വളരെ ശക്തിശക്തമായ ആക്രമണം പാകിസ്ഥാനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു 4-5 ദിവസമായിട്ട് പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തി സംഘർഷഭരിതമാണ്. അപ്പോൾ ഏതാണ്ട് 133 പാകിസ്ഥാൻ സൈനികരെ അഫ്ഗാനിസ്ഥാൻ വധിച്ചു എന്നാണ് അവരെ അവകാശപ്പെടുന്നത്. പക്ഷേ പാകിസ്ഥാൻ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഈ 55 പാകിസ്ഥാൻ സൈനികരിൽ 55 പാകിസ്ഥാൻ സൈനികരുടെ ശവശരീരം അഫ്ഗാൻ്റെ കൈവശം ഉണ്ട് എന്ന് അഫ്ഗാൻ സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പോൾ പൊതുവെ ഈ ഇറാനെ അമേരിക്ക ആക്രമിക്കുമെന്നുള്ള ഒരു സാഹചര്യത്തിൽ ലോകം നിൽക്കുന്നതുകൊണ്ട് വലിയ ശ്രദ്ധ അഫ്ഗാൻ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അവിടെ നടക്കുന്നത് വളരെ സാവേജ് ആയിട്ടുള്ളൊരു ആക്രമണമാണ് പാകിസ്ഥാനെതിരെ അഫ്ഗാനിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അവർ പലതരത്തിൽ അവർ ഈ പറഞ്ഞ പോലെ എയർ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്, അല്ലാതെ ആർമിയായിട്ട് ഡ്രോണുള്ള ആക്രമണം ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പോൾ ഈ ആക്രമണം വ്യാപിച്ചത് ഡ്യൂറൻ്റ് ലൈനിൻ്റെ ഭാഗത്ത്, അതായത് പാകിസ്ഥാനോട് ചേർന്ന പല ഗ്രാമങ്ങളിലും വലിയ തോതിലുള്ള നാശനഷ്ടം അഫ്ഗാൻ സൈന്യം ഉണ്ടാക്കുന്നതായിട്ടാണ് വിവരങ്ങൾ വരുന്നത്. മാത്രമല്ല പാകിസ്ഥാൻ്റെ ഈ ഏതാണ്ട് 27ഓളം അവരുടെ മിലിറ്ററി പോസ്റ്റുകൾ അഫ്ഗാനിസ്ഥാൻ തകർത്തു എന്ന് അവർ അവകാശപ്പെടുന്നു. ഇതിലേക്ക് എത്രത്തോളം വാസ്തവം ഉണ്ടെന്നറിയില്ല. പക്ഷേ അത് ഏതാണ്ട് ശരിവയ്ക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം കാബൂളിൽ ഒരു എയർ സ്ട്രൈക്ക് പാകിസ്ഥാൻ നടത്തി. കാരണം നിക്കക്കളിയില്ലാതെ ചെയ്യേണ്ടി വന്നതാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ വളരെ ശക്തമായിട്ട് അവരുടെ ആക്രമണം കൂടുതൽ വ്യാപകമാക്കുകയാണ്. അവരുടെ പ്രതിനിധികൾ സൈനികർ പറയുന്നത്, സൈന്യത്തലവർ പറയുന്നതനുസരിച്ചിട്ട് പാകിസ്ഥാൻ ഇനി ഞങ്ങൾ വെറുതെ വിടില്ല എന്ന്. അപ്പോൾ പാകിസ്ഥാനെ വെറുതെ വിടില്ല എന്ന് അഫ്ഗാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറേ കഷ്ടപ്പെടും. കാരണം ആൾറെഡി അങ്ങനെ പറയുമ്പോൾ ആയുധപരമായും സൈനിക ബലം കൊണ്ട് പാകിസ്ഥാന് ഒരു മേൽക്കൈയില്ലേ? പാകിസ്ഥാന് മേൽക്കൈയുണ്ട്. പാകിസ്ഥാൻ എപ്പോഴും ഈ മേൽക്കൈ കാണി ഇതിൻ്റെ ബലത്തിലാണ്. അവരിൽ ആണവായുധം ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അല്ലാന്നുള്ള മേൽക്കൈ നമ്മൾ കണ്ടതല്ലേ ഓപ്പറേഷൻ സിന്ദൂറിൽ. ചൈനയിൽ നിന്ന് വാങ്ങിച്ച ഈ പറഞ്ഞതുപോലെ ദുരുമ്പെടുത്ത സാധനങ്ങൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്ത് അതിൻ്റെ നാണക്കേട് ഇതുവരെ പാകിസ്ഥാന് മാറിയിട്ടില്ല. അപ്പോൾ അവരുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന യുദ്ധക്കോപ്പുകളൊക്കെ ഒന്നുകിൽ വളരെ പഴഞ്ചനാണ്, ഇല്ല എങ്കിൽ ഈ പറഞ്ഞതുപോലെ ആവശ്യത്തിന് പ്രയോജനപ്പെടാത്ത രീതിയിലുള്ളതാണ്. ഇത് നന്നായിട്ട് ആർക്കറിയാം? അഫ്ഗാനിസ്ഥാൻ അറിയാം. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ വളരെ ക്ലോസ് ആയിട്ട് വായിച്ചവരാണ് അഫ്ഗാനികൾ. കാര്യം അവർക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ പാകിസ്ഥാനുമായിട്ടൊരു ഒരു പോരാട്ടം ഉണ്ടാവും. ആ സമയത്ത് എങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കരുതലെടുക്കണമെന്ന് അഫ്ഗാനികൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ വളരെ ഈ പാകിസ്ഥാനെ ഭയപ്പെടുന്ന രീതിയിലുള്ള ആക്രമണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോൾ ഈ ബോർഡർ ഗ്രാമങ്ങളിൽ, അതായത് അഫ്ഗാനെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന ബോർഡർ ഗ്രാമങ്ങളിലാണ് ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത്. അതായത് തഹ്രീക്ക് പാകിസ്ഥാൻ താലിബാൻ എന്ന് പറയുന്ന TTP എന്ന് പറയുന്ന സംഘടന, അവരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് സൈനികർ, അതായത് പാകിസ്ഥാൻ്റെ സൈന്യത്തിലുള്ള ഏതാണ്ട് ഒരു 40% ആളുകൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അഫ്ഗാൻ യുദ്ധത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ്. ഇനി മറുവശത്താണെങ്കിലോ നമ്മുടെ ഈ പഖ്തൂൺഖ മേഖലയിൽ അവിടെ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ പ്രശ്നമുണ്ട്. ബലൂച്ചുകൾ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഭരണത്തിനെതിരെ പോരാടുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇൻറ്റേർണലായിട്ട്, ആഭ്യന്തരമായിട്ട് വലിയ പ്രതിസന്ധികൾ നിലവിൽ പാകിസ്ഥാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ അവിടെയുള്ള സാമ്പത്തിക പ്രതിസന്ധി, ഇതിനിടയിലാണ് ഈ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാൻ്റെ ആക്രമണം വരുന്നത്. ഇത് പാകിസ്ഥാനെ ഈ പറഞ്ഞതുപോലെ നിൽക്കക്കളില്ലാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യ ജാഗ്രത പുലർത്തണമല്ലോ. കാരണം ഈ ശ്രദ്ധ തിരിക്കാനായി പാകിസ്ഥാൻ ചില സംഘർഷങ്ങൾ അല്ലെങ്കിൽ ഒരു ഭീകരാക്രമണമല്ല നടത്തുന്നത് മുൻകാലങ്ങളിൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു നീക്കം ഇത്തവണ ഉണ്ടാകുന്നു. പാകിസ്ഥാൻ ഭയക്കുന്നത് ഇന്ത്യ ഏതെങ്കിലും തരം ആക്രമിക്കുന്നതിനപ്പുറം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ സഹായിക്കുമോ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു ഭീതി എന്നുള്ളത്. കാരണം നമുക്ക് അഫ്ഗാൻ താലിബാനായിട്ട് നമുക്ക് നല്ലൊരു ബന്ധമാണുള്ളത്. കാരണം
പല അവസരങ്ങളിൽ അത് അഫ്ഗാനിസ്ഥാൻ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ പല നിർമ്മാണ പ്രവർത്തനങ്ങളിലും ഇന്ത്യ കോടിക്കണക്കിന് രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ കൃഷി വ്യാപാര മേഖല കാര്യങ്ങളിൽ അഫ്ഗാനിസ്ഥാനായിട്ട് നല്ല ബന്ധമാണ് നിലവിൽ ഭാരതത്തിന് അവരോട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ സഹായം ഏതെങ്കിലും സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാന് കിട്ടുമോ എന്നുള്ള ഒരു ആശങ്ക പാകിസ്ഥാൻ ഇല്ലാതില്ല. മാത്രമല്ല, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് അവർ സ്വാഭാവികമായിട്ട് വന്ന് ഇവിടെ കയറി ആക്രമിക്കാൻ ശ്രമം നടത്തില്ല. അവർ ചെയ്തേക്കും ചിലപ്പോൾ ഭീകരത ഉപയോഗിച്ച്. ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ജെയ്ഷെ മുഹമ്മദിൻ്റെ 7 തീവ്രവാദികളെ വെടിവെച്ച് കൊന്നല്ലോ നമ്മുടെ സൈനികർ, കടന്നു കയറിയവർ. പക്ഷേ അതിലേറെയും ബംഗ്ലാദേശികളായിരുന്നു എന്നുള്ളതാണ്. ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകൾ പാകിസ്ഥാനിൽ പോയി ട്രെയിനിങ് നേടി നുഴഞ്ഞു കയറി വന്നവരാണ്. ആ 7 പേരാണ് ജെയ്ഷെ മുഹമ്മദിൽപ്പെട്ട 7 പേരാണ് കൊലപ്പെടുത്തിയത്. അപ്പോൾ പാകിസ്ഥാൻ എപ്പോഴും ഇന്ത്യയോട് കളിക്കുന്നത് ഒരു ഓപ്പൺ യുദ്ധത്തിലല്ല, മറിച്ച് ഈ ഒളിയുദ്ധം. അതായത് പാകിസ്ഥാനിലെ ഭീകരവാദികളെ കടത്തിവിട്ട് ഇവിടെ ഒരു അശാന്തി ഉണ്ടാക്കി, സ്ഫോടനമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മുതലെടുപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ മറുസൈഡിൽ അതല്ല സംഭവിക്കുന്നത്. അവിടെ ഒരു ഓപ്പൺ യുദ്ധമാണ് നടക്കുന്നത്. അവിടെ ഇതുപോലെ ഇപ്പോൾ ഈ തീവ്രവാദികൾക്ക് അതിനകത്ത് കയറാനൊന്നും പറ്റില്ല അഫ്ഗാനികളുടെ ഇടയിൽ. അപ്പോൾ എന്ത് ചെയ്യുന്നു, നേരിട്ടുള്ളൊരു യുദ്ധം മാത്രമേ അവർക്ക് അവിടെ സാധ്യമായിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ പറയുന്നത് എന്തറിയോ, ഒറ്റണത്തിന് വെറുതെ വിടില്ല എന്നുള്ളതാണ്. അവിടെ ഈ താലിബാന് അമേരിക്കയുമായി നേരിട്ട് യുദ്ധം ചെയ്ത ശീലവുമുണ്ട്. അമേരിക്കയുമായാണ് യുദ്ധം ചെയ്തത്. അത് അമേരിക്കയുടെ യുദ്ധം ചെയ്തിട്ട്. അപ്പോൾ അവർക്കതൊരു യുദ്ധം എന്ന് പറഞ്ഞാൽ അവർക്കൊരു പുതിയ കാര്യമൊന്നുമില്ല. അവർ യുദ്ധം ചെയ്യാന്ന് കഴിഞ്ഞാൽ അവർ അങ്ങനത്തെ വരെ യുദ്ധം ചെയ്യും. മാത്രമല്ല, ഈ പാകിസ്ഥാനിലെ ഒരു ഷിയ മസ്ജിദിൽ, മുസ്ലിം പള്ളിയിൽ ഈ ജുമേർ സമയത്ത് അവർ ബോംബിട്ട് തീർന്നതാണ്. അപ്പോൾ ഇവിടെ ചില ആളുകൾ പറയാറുണ്ടല്ലോ, ഈ ജുമ നടക്കുന്ന സമയത്ത് ഭയങ്കര പവിത്രമായ സാധനമാണെന്ന് പറഞ്ഞാൽ ഇവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബോംബിട്ട് കളിക്കുന്നത്. പള്ളിക്കകത്തോണ്ട് ബോംബിടുക. ഇനി ശ്രദ്ധിക്കേണ്ട, സുന്നി ഷിയ വിഭാഗം തമ്മിലുള്ള തർക്കത്തിലാണ്. ഇന്ത്യയിൽ ഇത് ആർക്കെങ്കിലും ഇപ്പോൾ ഇവിടെ മെഴുകുതിരി കൊളുത്താനോ യോഗ നടത്താനോ സമയമുണ്ടോ? അവിടെയും ഈ പറഞ്ഞതുപോലെ ഈ അച്ഛനമ്മ നഷ്ടപ്പെട്ട ബാലന്മാരെ അഫ്ഗാനിസ്ഥാനിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്. ഗാസയ്ക്ക് വേണ്ടി കരഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇവർ കരയുന്നില്ല? അഫ്ഗാനിസ്ഥാന് വേണ്ടി കരയുന്നില്ല. അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ വിടൂ, താലിബാനെ പറയാം. എന്താ പാകിസ്ഥാന് വേണ്ടി കരയാത്തത്? ഇപ്പം കരച്ചിലൊന്നും എവിടെയും കേൾക്കാനില്ല. കാരണം ഇവർക്ക് തന്നെ സംഭവം മനസ്സിലായി, ഇവരോടൊപ്പം നിന്ന് നമ്മൾ അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് മണ്ടത്തനമാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എവിടെയും നിന്ന് ഈ പറഞ്ഞുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്തതിന് കാരണം. പക്ഷേ ഇപ്പോൾ ഈ ടെൻഷൻ, അതായത് ഈ 2 രാജ്യം തമ്മിലുള്ള ടെൻഷൻ വളരെ കൂടിക്കൂടി വരികയാണ്. ഇതൊരു ലാർജ് സ്കെയിൽ യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള സംശയമാണ് പൊതുവെ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്കാണ് പോകുന്നതെങ്കിൽ പാകിസ്ഥാൻ്റെ നാശം അഫ്ഗാനിസ്ഥാൻ്റെ കൈകൊണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഇന്ത്യ ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചതിനെ പോലും അല്ലാതുള്ള ചില സഹായങ്ങൾ, മോറൽ സപ്പോർട്ടുമുള്ള കാര്യങ്ങൾ പാകിസ്ഥാനെതിരെ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാന് കൊടുത്തേക്കും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണ് എങ്കിൽ അത് അവർക്ക് വലിയൊരു ബൂസ്റ്റാണ് അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിട്ട്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലേ, ഏഷ്യൻ മേഖലയിൽ ഈ സംഘർഷങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരേ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണ്. അപ്പോൾ അത് അഫ്ഗാനെ ഉപയോഗിച്ചിട്ട് എന്നെ തീർക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു ശാശ്വതമായ ഒരു പരിഹാരമാണ്. ഈ തലവേദന എന്നേക്കുമായി ഒഴിഞ്ഞു കിട്ടും എന്നുള്ളതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. അല്ല, ഇതൊരു ചെസ് മത്സരം പോലെയല്ലേ? ഇടക്കാലത്ത് ബംഗ്ലാദേശിനെ ഉപയോഗിച്ച് ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം ഇന്ത്യയെ മനഃപൂർവ്വം ചൊറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ സമീപത്താണ് പാകിസ്ഥാനാണ് പക്ഷെ ആക്രമണം ഇരയാക്കേണ്ടിയിരുന്നത്. അല്ല, അതന്നെയാണ് ബംഗ്ലാദേശിനെ ഉപയോഗിച്ച് എങ്ങനെയാണോ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു മറുപടി ഇപ്പോൾ അവർക്ക് മറുഭാഗത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബലൂച്ചിൽ നിന്നും പക്തൂൻഖായിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ അപ്പുറമാണ് ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇതിനെ തടയിടാനോ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യവും കൂടി ഇപ്പോൾ പാകിസ്ഥാനിലുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, അവിടെ ശുദ്ധജലത്തിൻ്റെ ദൗർലഭ്യം. നമ്മുടെ സിന്ധു കരാർ വന്നതിന് ശേഷം ജലത്തിന് വലിയ ദൗർലഭ്യമുണ്ട്. സാമ്പത്തികമായിട്ട് വലിയ കഷ്ടത്തിലാണ്. പല രാജ്യങ്ങളിലും പോയി സഹായം ചോദിച്ചിട്ട് കിട്ടാത്തൊരവസ്ഥയിലാണ്. അവിടുത്തെ ജനങ്ങൾ തന്നെ ഭരണകൂടത്തെ ശപിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. വളരെ മോശമാണ് പാകിസ്ഥാനിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതിനിടയിൽ കൂടെയാണ് ഈ പറഞ്ഞതുപോലെ ഈ അഫ്ഗാനിസ്ഥാൻ്റെ തരത്തിലുള്ള അത് ഇവർ തന്നെ ഉണ്ടാക്കി വെച്ചാണ്. ഇവരാണ് ആദ്യം അങ്ങോട്ട് കയറി എയർ സ്ട്രൈക്ക് നടത്തിയത്. അപ്പോൾ അവർക്ക് ആക്രമിക്കാൻ നിർവാഹമില്ല. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ഈ ആക്രമണം ശക്തമാവുന്നതോടുകൂടി പാകിസ്ഥാന് പിടിച്ചു വയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. ഇവർ പ്രതീക്ഷിക്കുന്ന മുസ്ലിം രാജ്യങ്ങളൊന്നും സഹായിക്കാൻ വരും എന്നുള്ള പ്രതീക്ഷയൊന്നും തൽക്കാലത്തേക്ക് വേണ്ട. കാരണം വെച്ചാൽ അവർക്കറിയാം ഇവരെ സഹായിച്ചു കഴിഞ്ഞാൽ നഷ്ടം ഉണ്ടാകുമ്പോൾ സഹായിക്കാൻ വരുന്നവനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള പ്രതീക്ഷയും തൽക്കാലം പാകിസ്ഥാനില്ല. പോരാടുകയേ മാർഗമുള്ളൂ. ആ പോരാട്ടത്തിൽ ജയിക്കുന്ന ആർക്ക്, ജയം ആർക്ക് എന്നുള്ളതാണ് ചിന്താവിഷയം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.